നമസ്കാരം. ഓണറബിൾ കളക്ടർ, കമ്മീഷണർ, സബ് കളക്ടർ, പ്രിയപ്പെട്ടവരെ, 2026 ഒരു നല്ല പുതുവത്സരമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ അഡ്മിനിസ്ട്രേഷനും പോലീസും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് എടുത്തിരിക്കുന്ന ക്രമീകരണങ്ങൾ. ആ ക്രമീകരണങ്ങൾ എല്ലാവരും കൃത്യമായി പാലിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു കൃത്യമായ ഒരു സഹകരണം ഇതൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും വലുത്. പല സ്ഥലത്തും നമ്മൾ കാർണിവലിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി കാർണിവൽ ഏറെ പൈതൃകമായിട്ട് നടന്നു വരുന്നതാണ്, പ്രസക്തമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ 2 സ്ഥലത്ത്, പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. പള്ളുരുത്തിയിലുണ്ട്, തൃക്കാക്കരയിലുണ്ട്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പല കാര്യങ്ങൾ നമ്മൾ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെ വരാതെ പല സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങളുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം. അതനുസരിച്ച് സഹകരിക്കണം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുമായിട്ടൊന്നും ആ തിരക്കിലേക്ക് വരാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. നമ്മൾ ഈ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ അവിടെ ആ ട്രീ ലൈറ്റ് ഓൺ സമയത്ത് തന്നെ ഉണ്ടായ തിക്കും തിരക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. 4 മണിക്ക് ശേഷം വാഹനങ്ങൾ ഒട്ടും തന്നെ നമുക്ക് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് പോലീസ് നിയന്ത്രിക്കുമ്പോൾ അവരോടൊട്ട് സഹകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ കൊച്ചിൻ കോളേജിൽ നിന്നാണ് നമ്മൾ പ്രൈവറ്റ് ബസ്സുകളും KSRTC അടക്കമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒറ്റയടിക്ക് 12 മണിക്ക് പാപ്പായെ കത്തിച്ചതിന് ശേഷം നമ്മൾ പരിപാടികൾ ക്ലോസ് ചെയ്യുന്നില്ല. DJ അടക്കമുള്ള മറ്റു കലാപരിപാടികൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് സമയമെടുത്ത് കുറേശ്ശെ പബ്ലിക് പുറത്തേക്ക് പോകുന്ന ഒരു രീതി ഉണ്ടാവണം. ഒരു തിക്കും തിരക്കും ഒന്നും കൂട്ടാതെ സമാധാനപരമായി സന്തോഷമായി നമുക്ക് ഈ ന്യൂ ഇയറിനെ വരവേൽക്കാമെന്ന് മാത്രമാണ് കൊച്ചിയുടെ മേയർ എന്ന നിലക്ക് നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ മീഡിയ കഴിയുന്നത്ര സഹകരിക്കണം ഇക്കാര്യങ്ങൾ. പ്രാവശ്യം ട്രെയിനിലൊക്കെ മലപ്പുറത്തുനിന്നും മറ്റു പല സ്ഥലത്തു നിന്നൊക്കെയാണ്, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കൊച്ചിൻ കാർണിവലിനെ കുറിച്ച് അല്ലെങ്കിൽ 31-ാം തീയതി രാത്രിയിലെ പരിപാടിയെക്കുറിച്ച് വലിയ പ്രചരണമാണ് ഇപ്പോഴേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ പ്രദേശമാണെന്നൊരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു.